ഹായ്, വെൽക്കം ബാക്ക് ടു റിനൂസ് വ്ളോഗ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കണേ. ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോള പോലത്തെ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അത് പോള പോലെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് റേഷൻ കടയിലെ ആട്ടപ്പൊടിയൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ എടുത്തിട്ടുണ്ട്, എല്ലില്ലാത്തതാണ് കേട്ടോ. പിന്നെ 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിത്തൂമ്പ് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ്റെലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഒന്ന് മസാല കൂട്ടണം. അപ്പോൾ അതിനായിട്ട് ഞാനിതേ 1/4 ടീസ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കൊരു പുളിക്ക് ആവശ്യത്തിനുള്ള അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മസാല പുരട്ടി ഒരു 10 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊരു പാനിലേക്ക് ഞാൻ സാധാ നോർമൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ചിക്കൻ നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇനി ഞാനിതൊന്നും ഗ്രേറ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യണില്ല. പോളയിലേക്ക് ഞാൻ ഇതുപോലെ തന്നെ അങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കാരണം ഞാനിതൊന്ന് നല്ല ചെറുതാക്കിയിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ പീസുകളെല്ലാം ഇതുപോലെ ഒറ്റ ട്രിപ്പിൽ തന്നെ ഞാൻ എല്ലാം എടുത്ത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സിമ്മിലാക്കി വെച്ചിട്ട് നമുക്കത് അവിടെ വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ ആയി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 3 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 എഗ്ഗും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ ഉപ്പിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ആട്ടപ്പൊടി കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ പാക്കറ്റ് ആട്ടപ്പൊടിയിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സാധാ ആട്ടപ്പൊടി വെച്ചിട്ടും നമുക്ക് ചെയ്യാം, മൈദ വെച്ചിട്ടും ഒക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. ആട്ടാകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഇതാണല്ലോ മൈദനേക്കാളും. അപ്പോൾ അതാണ് ഞാനിത് ആട്ട വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കണ്ടില്ല നന്നായിട്ട് തന്നെ ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി സാധാ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം അത്ര വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. കണ്ട ഈ ഒരു പരുവാകുന്നത് വരെ ആണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ സാധാ ദോശക്കൊക്കെ ചുടാൻ കലക്കി എടുക്കണ പോലെ തന്നെയാണ്. നമ്മുടെ ചിക്കനൊന്നും ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ജ്യൂസി ആയിട്ട് തന്നെ ആയിട്ടുണ്ട്. കാരണം നമ്മൾ കുറഞ്ഞ തീയിലാണല്ലോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ ആണ് പൊരിച്ചെടുക്കേണ്ടത്. കാരണം നമ്മൾ ആ പോളൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നന്നായിട്ട് ആവിക്കഴിഞ്ഞാൽ അതൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്. നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഞാൻ ആ പാനിലേക്ക് തന്നെ ആ എണ്ണയിലേക്ക് തന്നെ ആ എണ്ണ ഒഴിവാക്കാണ്ട് അതിലേക്ക് തന്നെയാണ് ഞാനിനി വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ വേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വേപ്പില നന്നായിട്ട് തന്നെ ഉള്ളി പോലെ തന്നെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വാടി മൊരിയാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി വാടുന്ന സമയം കൊണ്ട് വേപ്പില നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളമൊക്കെ വറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതും ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് നമ്മൾ ഗരം മസാല പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഏലക്കായ, കറാമ്പൂവ്, കറാമ്പട്ട, ജാതിപത്രിക, സാജീരകം,
വലിയ ജീരകം ഇതെല്ലാം കൂടി പൊടിച്ച പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാറാണ് കേട്ടോ. പിന്നെ അതേ ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതേ ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി പിന്നീട് ഞാനിതേ നമ്മുടെ ഉള്ളിത്തൂമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിത്തൂമ്പ് എപ്പോഴും ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കാവൂ. കാരണം അത് വാടിയാൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. അപ്പം അങ്ങനെ കുഴഞ്ഞു പോവാതെ ആ ഒരു പച്ച നിറത്തിൽ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ ആകുമ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആവും. നമ്മളെപ്പോഴും പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതേ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ ആ സെയിം പാനിലേക്ക് തന്നെ അത് ഒഴിവാക്കിയിട്ട് കുറച്ച് ഗീ ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ ആക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പൊട്ടി പോവുള്ളൂ. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലത്തെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ അതേ കണ്ടില്ല, അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാലക്കൂട്ടിനെ ഇതിന് നടുവിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വെജിറ്റബിളൊക്കെ പറ്റാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് തന്നെ കഴിക്കൂട്ടോ. അതിൽ നമുക്ക് എന്ത് വെജിറ്റബിളും ആഡ് ചെയ്യാം. ഞാൻ ഒരുപാട് പച്ചമുളകോ അങ്ങനെ എരിവിനൊന്നും ഞാൻ ഒരുപാടൊന്നും ആഡ് ആക്കിയിട്ടില്ല. വെറും കുരുമുളക് പൊടി മാത്രം, എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഞാനതെല്ലാം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് അമർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അതിന് മുകളിലേക്ക് കണ്ടില്ല, ഞാൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ചിക്കനൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബാറ്റർ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആ ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആയിട്ടില്ല എന്ന് തോന്നും, പക്ഷേ കണ്ടില്ല, അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലെല്ലാം പിടിച്ച് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇനി ഞാനിതേ ഒരു ഹാഫ് വേവായപ്പോൾ അതിന് മുകളിലേക്ക് ഞാൻ ക്യാപ്സിക്കം വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നമ്മൾ ആ ഒഴിച്ചേക്കുന്ന വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഒന്നിട്ട് തീ കയറ്റിയിട്ടുള്ളൂ കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിതേ അതൊന്ന് വാങ്ങി വെച്ച് അതിലേക്കൊരു പഴയ പാന് വെച്ച് അതിന് മുകളിലേക്കാണ് കേട്ടോ ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നത്, ഈ പോളനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേ കണ്ടില്ലേ, 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ 4 അരികളൊന്ന് വേറെടുത്തെടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ സാധാ ആട്ടപ്പൊടിയൊക്കെ വെച്ച് നമ്മൾ ദോശയൊക്കെ ചുടുന്നതാണല്ലോ, അപ്പോൾ അത് കാരണം നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി അതൊന്നൊരു 5 മിനിറ്റ് വരെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ പോള കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റിയാണ്, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ്. കണ്ടില്ലേ, നമുക്ക് കഴിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ, നമ്മളുടെ കയ്യിൽ എപ്പോഴും ചിക്കനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണല്ലോ. നമ്മുടെ കയ്യിൽ ഏതാണോ വെജിറ്റബിൾ അത് വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനൊരു പീസ് എടുത്ത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് നല്ല കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എന്നെ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക, ലൈക്കും കമൻറ്റും കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.